ഇപ്പോഴത്തെ ഈ ന്യൂജൻ കാലഘട്ടത്തിലൂടെ 40 ലക്ഷത്തിന് എന്തില്ല? തൊഴിലില്ല. ഇപ്പോൾ ടിപ്പു സുൽത്താൻ എന്ത് ചെയ്ത് അവിടെ ഇപ്പം എന്ത് ചെയ്യാനാണ്? അവനെ തിരിച്ചുകൊണ്ടിരാൻ പറ്റും ടിപ്പു സുൽത്താൻ. ഇപ്പോൾ ശ്യാം കുമാർ, സുനിൽ ഇളയിടം, സുനിൽ പി ഇളയിടം, പിന്നെ രവിചന്ദ്രൻ, ഇങ്ങനെ കുറച്ച് മൈത്രേയൻ, ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട്. അവർ 18-ാം നൂറ്റാണ്ടിലെ കാര്യമാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊക്കെ പറയും. ഇപ്പം എന്ത് കാര്യം? ഇപ്പം 5% പോലും ഇവിടെ ബ്രാഹ്മണന്മാരില്ലല്ലോ. ആ പടം 2-3% ആളുകളാണുള്ളത്. അപ്പോൾ ആ വിഷയങ്ങൾ അന്ന് ശൂദ്രന്മാർ അങ്ങനെ ചെയ്തു. ഇപ്പോഴത്തെ ഈ ന്യൂജൻ കാലഘട്ടത്തിലൂടെ 40 ലക്ഷത്തിന് എന്തില്ല? തൊഴിലില്ല. ഇവിടുത്തെ സ്കൂളുകളും കോളേജുകളും ഈ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വേറെയാണ്. അതിനകത്ത് ഈ പഴയതിന് സ്കോപ്പില്ല. അതുകൊണ്ട് അങ്ങനത്തെ സിനിമകളൊന്നും പിന്നെ എടുക്കരുതെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. ഇപ്പോൾ ടിപ്പു സുൽത്താൻ എന്ത് ചെയ്ത് അവിടെ ഇപ്പം എന്ത് ചെയ്യാനാണ്? അവനെ തിരിച്ചുകൊണ്ടിരാൻ പറ്റും ടിപ്പു സുൽത്താൻ? അല്ലെങ്കിൽ അയാളുടെ ഒരു പ്രതിമ വെച്ചിട്ട് ഒന്നുകൂടെ അടിക്കാൻ പറ്റും? ഇറ്റ്സ് ഗോൺ. എല്ലാ രാജ്യത്തും ഇതുപോലത്തെ കുറച്ച് ഹിസ്റ്ററി അക്കാഡമിക്കായിട്ട് പഠിച്ചിരിക്കാം. ഹിസ്റ്ററി അക്കാഡമിക്കായി പഠിച്ചിരിക്കാം. ഓക്കെ, സ്കൂളിൽ അക്കാഡമിക്കായിട്ട് ഞാൻ വായിക്കുന്നു, പഠിക്കുന്നു. പക്ഷേ ഇതിന് പ്രൊപ്പഗാൻഡ കിട്ടുകയാണെന്ന് ഒരു സമൂഹത്തിൽ.